നമ്മൾ കെമിസ്ട്രിയുടെ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോസിൽ 2 പാർട്ടുകൾ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ 3ാമത്തെ പാർട്ടിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ 3ാമത്തെ പാർട്ടിലേക്ക് എല്ലാ കുട്ടികളെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്, കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത് ഓർഡർ ഓഫ് എനർജി ഓഫ് സബ്ഷെൽസ് ആൻഡ് ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഡിഫറെന്റ് സബ്ഷെൽസ് ഓഫ് എനർജി ലെവൽ. അതാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത്, സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞത്. അപ്പൊ ഈ 3ാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചില എലമെന്റ്സിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് ശ്രമിക്കുകയാണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ്സ്. ചില എലമെന്റ്സിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കൂടി ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് തന്നെ ദർ ഈസ് എലമെന്റ്സ് എന്ന് പറഞ്ഞ മൂലകം, എലമെന്റ്സ് നമ്മൾ എഴുതുന്നു. അതുപോലെ തന്നെ അതിന്റെ അറ്റോമിക നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന ഇസഡ് ആണ്. ഇസഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റോമിക നമ്പർ ആണ്, അത് കുട്ടികൾ ഓർത്ത് വയ്ക്കണം, അറ്റോമിക നമ്പർ. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതുപോലെ തന്നെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും കോളങ്ങൾ വരച്ചിട്ടുണ്ട്. ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് വേണ്ട, എങ്കിലും നമുക്കത് എങ്ങനെയാണ് അതിന്റെ ഒരു ക്രമീകരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഷെല്ലിന്ന് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ സബ്ഷെൽ എഴുതാം, ആ ഒരു ധാരണ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ ഫസ്റ്റ് ഇവിടെ തന്നിരിക്കുന്ന നൈട്രജൻ അറ്റോമിക് നമ്പർ 7 ആണ്, N7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ 7 ആണ്. അറ്റോമിക് നമ്പർ 7 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 ഇലക്ട്രോണുകളുണ്ട്. ഇനി അതിന്റെ ഓർഡർ ഓഫ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന ഓർഡർ നമുക്കറിയാം. ഫസ്റ്റ് 7 ഇലക്ട്രോണിൽ ആദ്യത്തെ 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്യേണ്ട ഓർഡർ എങ്ങനെയാണ്? ആദ്യം നമ്മൾ എങ്ങോട്ട് പോകണം? 1s അല്ലെ, 1sലേക്ക് 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നു. 1sൽ 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത സബ്ഷെൽ ഏതാണ്? 1s കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2s. അടുത്ത 2sലേക്ക് 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നു. അപ്പൊ എത്രണ്ണായി? 2 2 4ആയി. അടുത്ത നമ്മൾ എങ്ങോട്ട് പോകുന്നു? 2s കഴിഞ്ഞ 2p അല്ലെ, 2pയിൽ പരമാവധി എത്ര ഇലക്ട്രോൺ? 6 ഇലക്ട്രോൺ. ഇവിടെ എത്ര എണ്ണം ഉണ്ടാകെ? 7 എണ്ണം. അപ്പൊ ഈ 1sൽ 2, 2sൽ 2, ദെൻ റിമൈനിങ് എത്രയുണ്ട്? 4. 7 4 പോയി കഴിഞ്ഞാൽ 3. അപ്പൊ ഇവിടെ 3 ഇലക്ട്രോൺ ആണ്. അപ്പൊ 1sൽ 2 ഇലക്ട്രോൺ, 2sൽ 2 ഇലക്ട്രോൺ, 2pയിൽ 3 ഇലക്ട്രോൺ. 2 + 2 + 3 7 ഇലക്ട്രോണും ഫിൽ ആയിട്ടുണ്ട്. ഇനി ഇതിന് പ്രധാനപ്പെട്ട ഷെല്ലുകൾ ഏതൊക്കെയാണ് നമുക്ക് അതുകൂടെ ഒന്ന് എഴുതി നോക്കാം. ഷെൽ 1s, 1 എന്ന് പറഞ്ഞാൽ ഏതാണ്? കെ ഷെൽ. കെ ഷെൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. അപ്പൊ കെ ഷെല്ല് 2 ഇലക്ട്രോൺ, ഇത് ഏത് ഷെല്ലാണ്? ഇത് ഏത് ഷെല്ലിന്റെയാണ്? 2sഉം 2pയും എൽ ഷെൽ. എൽ ഷെൽ എത്രയുണ്ട്? 2sൽ 2 ഇലക്ട്രോൺ, 2pയിൽ എത്രയുണ്ട്? 3. അപ്പൊ 2 + 3 5 ഇലക്ട്രോൺ. ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 2,5. അപ്പൊ കെയിൽ 2 ഇലക്ട്രോൺ, അത് ഏതിൽ വന്നു? 1sൽ വന്നു. എല്ലില് എത്ര ഇലക്ട്രോൺ? 5 ഇലക്ട്രോൺ. 2sൽ 2 ഇലക്ട്രോൺ വന്നു. 2pയിൽ എത്ര ഇലക്ട്രോൺ വന്നു? 3 ഇലക്ട്രോൺ വന്നു. ഓക്കെ, ക്ലിയർ. അടുത്തത് നമ്മുടെ രണ്ടാമത്തെ ഇവിടെ തന്നിരിക്കുന്ന ഫ്ലൂറിനാണ്. ദാറ്റ് ഈസ് ഫ്ലൂറിൻ. അറ്റോമിക് നമ്പർ 9 ആണ്. അറ്റോമിക് നമ്പർ 9 വരുന്നു. ഇലക്ട്രോണുകളുടെ എണ്ണവും 9 ആണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് വിത്ത് 1s. അപ്പോൾ 1sൽ 9 എണ്ണം ഫില്ല് ചെയ്യണം. 9ൽ 2 എണ്ണം 1sൽ പോകുന്നു. 1s കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഏതാണ്? പറയൂ, ഏത് വരും? 2s. ഓക്കെ, 1s കഴിഞ്ഞ് 2sൽ 2 ഇലക്ട്രോൺസ്. 2s കഴിഞ്ഞാൽ then 2p എത്ര മാക്സിമം എത്ര ഇലക്ട്രോൺ ആണ്? 6 ഇലക്ട്രോൺ. ഇവിടെ ആകെ എത്ര ഉള്ളൂ? 9 എണ്ണം. അപ്പൊ 6 എണ്ണം പോകില്ല, എത്ര എണ്ണം പോകുള്ളൂ? 5. അപ്പൊ 1sൽ 2, 2sൽ 2, 2pയിൽ 5. ടോട്ടലി 2 + 2 + 5 നമുക്ക് എത്ര കിട്ടുന്നു? ദാറ്റ് ഈസ് ടോട്ടലി 9 ഇലക്ട്രോൺസ്. സോ ടോട്ടലി 9 ഇലക്ട്രോൺസ് ആർ ദർ. ഇതിന്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? 1s എന്ന് പറഞ്ഞാൽ കെ ആണ്. കെയിൽ എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ. 2s 2p എന്ന് പറയുന്നത് ഏതാണ്? എൽ ഷെൽ ആണ്. 2sൽ 2, 2pയിൽ 5, 2 + 5 7 ഇലക്ട്രോൺസ്. ഇതാണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് അലുമിനിയം. അലുമിനിയം അറ്റോമിക് നമ്പർ എത്രയാണ്? 13.
അറ്റോമിക് നമ്പർ 13 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണവും ഇത് തന്നെയായിരിക്കും 13. അപ്പൊ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എങ്ങനെ എഴുതാം? എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? 1s2, then 2s2, then 2p6. എത്രയായി? 1s 2 10 ആയി. അടുത്ത് 2p കഴിഞ്ഞാൽ എനർജി ഓർഡർ നമുക്കറിയാം. ഏതാണ്? 2p കഴിഞ്ഞാൽ 3s. 3s എത്ര ഇലക്ട്രോൺ? ദാറ്റ് ഈസ് 2 ഇലക്ട്രോൺസ്. അപ്പോൾ എത്ര ഇലക്ട്രോൺ ആയി? 1s 2, 2s 2, 2p 6, 10, 3s 2 എത്രയായി? 13. 3s കഴിഞ്ഞാൽ ഏതാണ്? 3p. 3p 1 ഇലക്ട്രോൺ, 3p 1 ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ 1s 2, 2s 2, 2p 6, 3s 2, അടുത്ത 3p 6 അക്കോമഡേറ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് മൊത്തം എത്രയുള്ളൂ? 13 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ 3s വരുമ്പോൾ 12 ഇലക്ട്രോൺ ഫില്ലായി. സോ ദ 13th ഇലക്ട്രോൺ ഗോസ് ടു ഏതാണ്? 3p. സോ ഇവിടെ എത്ര ഷെല്ലുണ്ട്? 1s, 2s, 2p, 3s, 3p. 3 ഷെല്ലുകളുണ്ട്. കാരണം 1s, 2s, 2p, 3s, 3p 3 ഷെല്ലുകളുണ്ട്. നമുക്ക് ആദ്യം 1s എടുക്കുക. 1s കെ ഷെല്ലാണ്, 2 ഇലക്ട്രോൺ ഉണ്ട്. 2s, 2p, 2s 2 ഇലക്ട്രോൺ, 2p 6 ഇലക്ട്രോൺ, ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8 ഇലക്ട്രോൺ. അപ്പൊ എൽ ഷെല്ലില് 8 ഇലക്ട്രോൺ ഉണ്ട്. അടുത്ത 3s, 3p, എം ഷെൽ 3s 2, 3p 1. അപ്പൊ 3s 2 മൂന്നാമത്തേല് എത്ര ഇലക്ട്രോൺ ഉണ്ട്? ദാറ്റ് ഈസ് മൂന്നാമത്തെ ഷെല്ലില് 3 ഇലക്ട്രോൺ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത നമുക്ക് ക്ലോറിന്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് നോക്കാം. 17 ആണ് ക്ലോറിൻ. അറ്റോമിക് നമ്പർ 17 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണവും 17 ആണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s 2 ഞാൻ എഴുതി പോവുകയാണ്. 2s 2, 2p 6, 10 ആയി. 3s 2, 10 2 12 ആയി. 3p 6 ആണ് 18 ആവും, 18 ഇല്ല. അപ്പൊ 3p 5. ഇപ്പോൾ എത്രയായി? 17 ഇലക്ട്രോൺ ആയി. അപ്പോ ഓക്കെ, ഇതിൽ എത്ര ഷെല്ലുകളുണ്ട്? 3 ഷെല്ലുകളുണ്ട്. അല്ല, 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് 3 വരെ ഉണ്ട്. അപ്പൊ 3 ഷെല്ലുകളുണ്ട്. അപ്പൊ ഫസ്റ്റ് ഷെൽ ഏതാണ്? ദാറ്റ് ഈസ് കെ ഷെൽ, 2 ഇലക്ട്രോൺ. അടുത്തത് 2s ഉം 2p, എൽ ഷെല്ല്, 2s 2, 2p 6, ടോട്ടൽ 8 ഇലക്ട്രോൺസ്. 3s 3p, എം ഷെല്ലാണ്, എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3s 2, 3p 5, ടോട്ടൽ എത്ര ഉണ്ട്? 3s 2, 3p 5, 2 plus 5, 7 ഇലക്ട്രോൺസ്. ഓക്കെ, അടുത്തത് നമുക്ക് ആർഗൺ. അറ്റോമിക് നമ്പർ 18 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണം 18 ആണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് നോക്കാം. അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p 6 വരുമ്പോൾ 10 ആവും. 3s2 എത്രയാവുന്നു? 12 ആവുന്നു. 3p 6 എത്രയായി? 18 ആയി. അപ്പൊ ടോട്ടലി ഫില്ലായി. ആർഗൺ 18 ഇലക്ട്രോൺസ് ഉണ്ട്. 18 ഇലക്ട്രോണും ഈ സബ്ഷെല്ലുകൾ 3p വരുമ്പോൾ 18 ഇലക്ട്രോണും ഫിൽ ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. 1s എത്ര ഇലക്ട്രോൺ ഉണ്ട്? കെ ഷെല്ലാണ്, 2 ഇലക്ട്രോൺ. 2s 2p, എൽ ഷെല്ലാണ്. എൽ ഷെല്ലിന്റെ സബ്ഷെല്ലുകളാണ് 2s ഉം 2p. ടോട്ടൽ അതിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. എം ഷെല്ലിന്റെ സബ്ഷെല്ലുകൾ 2 തന്നിട്ടുള്ളൂ. 3s ഉം 3p. 3s 2 ഇലക്ട്രോൺ, 3p 6 ഇലക്ട്രോൺ, ടോട്ടൽ 8 ഇലക്ട്രോൺ. അപ്പൊ 2, 8, 8. അടുത്ത നമുക്ക് വരേണ്ടത് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് പൊട്ടാസ്യമാണ്. പൊട്ടാസ്യം അറ്റോമിക് നമ്പർ. ഈ പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 19 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണവും 19 ആണ്. ഇവിടെയാണ് നമ്മളൊരു പ്രശ്നം പറഞ്ഞത്. ബോറിന്റെ ആറ്റം മോഡലിന് ഒരു ഡിഫക്റ്റ് ഉണ്ട്. കാരണം ഇവിടെ എങ്ങോട്ടാണ് പോകുന്നത്? 19ാമത്തെ ഇലക്ട്രോൺ 4ാമത്തെ ഷെല്ല് എൻ ഷെല്ലിലേക്കാണ് പോകുന്നത്. ശരിക്കും അത് പോകേണ്ടതായിരുന്നു എം ഷെല്ലിലേക്കല്ലേ ഫില്ല് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് അതിന്റെ ഡിഫക്റ്റ്, ആ ഒരു ഡിഫക്റ്റിനെ മറികടക്കാൻ വേണ്ടിയാണ് വി ആർ ഇൻട്രൊഡ്യൂസിങ് ദ ന്യൂ കോൺസെപ്റ്റ്. എന്താണ്? ദ സബ്ഷെൽസ്. സബ്ഷെൽ എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം തന്നെ എന്താണ്? Why does the 19th electron goes to the 4th shell instead of the M shell which can accommodate 18 electrons? 18 electrons accommodate ചെയ്യാൻ M ഷെല്ലിന് പറ്റുമെങ്കിലും 19ാമത്തെ ഇലക്ട്രോൺ പൊട്ടാസ്യത്തിന്റെ കേസിൽ പോകുന്നത് എങ്ങോട്ടാണ്? 4th ഷെല്ലിലേക്കാണ്. എന്താണ് അത്? നമുക്ക് അതിന്റെ ഉത്തരം നമുക്ക് ഇവിടെ കിട്ടും. നമുക്കൊന്ന് എഴുതി നോക്കാം. 19 ആണ്. ശ്രദ്ധിക്കുക. 1s2, 2s2, 2p6, 3s2, 3p6, 18 ആയി. അടുത്ത് 3D പോകണ്ടേ? യെസ്, അടുത്ത 3D പോകാൻ പാടില്ല. വി നോ ദാറ്റ് 3p കഴിഞ്ഞാൽ പിന്നെ പോകേണ്ടത് എങ്ങോട്ടാണ്? 4s ബിക്കോസ് 4s ഹാസ് ലെസ് എനർജി കമ്പയർഡ് ടു 3D. അപ്പോൾ 4s പോകുന്നത്.
അപ്പൊ 4s എത്രയുണ്ട് 1, അപ്പൊ 19 ആയി. ഇനി നമുക്ക് ഇതിന്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. 1s2 അത് കെ ഷെല്ലാണ്, 2 ഇലക്ട്രോൺ. 2s2 2p6 എൽ ഷെല്ലാണ്, 8 ഇലക്ട്രോൺ. അടുത്തത് 3s2 3p6 അത് ഏതാണ്, എം ഷെല്ലാണ്, 3s 3p6 അപ്പൊ 8 ഇലക്ട്രോൺ. 4s എന്ന് പറയുന്നത് എത്രാമത്തെ ഷെല്ലാണ്, 4ാമത്തെ ഷെൽ. ഇപ്പോൾ നമ്മൾ അവിടെ ഉന്നയിച്ച ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇവിടെ നോക്കൂ. ഇവിടെ ഷെല്ലിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി ശരിയായിട്ടുണ്ട്, 2 8 8 1. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നു എന്ന് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് പറയാനായിട്ട് നമുക്ക് സാധിച്ചില്ല. പക്ഷെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് അതിന്റെ ഉത്തരം തരാം. എങ്ങനെ ഉത്തരം പറഞ്ഞേ, ഇത് 3Dയിലേക്ക് പോകില്ല. ഈ എത്രാമത്തെ 19ാമത്തെ ഇലക്ട്രോൺ 3Dയിലേക്ക് പോകില്ല. കാരണം 4sലേക്ക് അത് പോവുകയുള്ളൂ. 4sന് 3Dയേക്കാൾ ഊർജം എനർജി കുറവാണ്. അങ്ങനെ വരുമ്പോൾ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 8, 1 എന്നാണ് വരുന്നത്. അതിന്റെ ഉത്തരം ഈ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺസെപ്റ്റ് വന്നതോടുകൂടി നമുക്ക് ആ ഡിഫക്റ്റ് എന്ത് ചെയ്യാൻ പറ്റി, പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് വരുന്നത് സ്കാൻഡിയം. സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21 ആണ്. ഇതെങ്ങനെയാണ് ഇതിന്റെ ഫില്ലിംഗ് നോക്കുക. അറ്റോമിക് നമ്പർ 21. അറ്റോമിക് നമ്പർ 21, ഇലക്ട്രോണുകളുടെ എണ്ണം 21. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും, 1s2 2s2 2p6 10ആയി, 3s2 12ആയി, 3p6 18ആയി, 4s2 20ആയി. 4s2 കഴിഞ്ഞാൽ 4s കഴിഞ്ഞാൽ പിന്നെ ഫില്ല് ചെയ്യേണ്ട ഏതാണ്, 4s കഴിഞ്ഞാൽ 3D ഫില്ല് ചെയ്യണം, 3D1. ഇവിടെ ഫില്ല് ചെയ്യേണ്ട ഏതാണ്, 3D1. പക്ഷെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാൻ എഴുതി പോയിരിക്കുന്നത് 1s2 2s2 2p6 3s2 3p6 4s2 കഴിഞ്ഞിട്ട് 3D ആണ് ഫില്ല് ചെയ്തത്. പക്ഷേ എം ഷെല്ലിന്റെ സബ് ഷെല്ലുകൾ ഏതൊക്കെയാണ്, 3s 3p 3D ആണ്. അപ്പൊ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, ഒരുമിച്ചാണ് എഴുതുന്നത്. അപ്പൊ ഇങ്ങനെയും നിങ്ങൾക്ക് ഇത് എഴുതാം, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മിക്കതും നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, 1s2 2s2 2p6 3s2 3p6 3D നമ്മൾ ഫില്ല് ചെയ്ത് ഏത് ഫില്ല് ചെയ്യണം, 4s ഫില്ല് ചെയ്തിട്ട് 3D1. 4s ഫില്ല് ചെയ്തിട്ട് ഏത് ഫില്ല് ചെയ്യാൻ പോലും 3D. ഇത് എം ഷെല്ലിന്റെ 3 സബ് ഷെല്ലുകൾ ഒരുമിച്ചുണ്ട്, 3s 3p 3D. ഇതിന്റെ പ്രത്യേകത എന്താണ്, ഇത് 3ഉം ഒരുമിച്ചുണ്ട്. പക്ഷെ ഏത് ഫില്ല് ചെയ്തിട്ടേ 3D ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ, 4s ഫില്ല് ചെയ്തിട്ടേ 3D ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. 1s 2 ഇലക്ട്രോൺ, 2s 2p L 8 ഇലക്ട്രോൺ, 3s 3p 3D 3s 3p 3D 3s 2 3p 6 3D 1. അപ്പൊ ഇത് 9 ഇലക്ട്രോൺ. ദെൻ 4s 4ാമത്തേത് 4s 4 ആണ്, 4ാമത്തെ ഷെല്ലാണ് 2 ഇലക്ട്രോൺ. അപ്പൊ സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും, 2 8 9 2 എം ഷെൽ ഫില്ല് ചെയ്യാൻ തുടങ്ങി. 4s ഫില്ല് ചെയ്തതിനു ശേഷം ആണ് ഏത് ഫില്ല് ചെയ്യുന്നത്, എം ഷെൽ ഫില്ല് ചെയ്യാൻ തുടങ്ങി. എം ഷെൽ എത്ര വരെ ഫില്ല് ചെയ്യും, ദാറ്റ് ഈസ് എത്ര വരെ ഫില്ല് ചെയ്യും, 18 ഇലക്ട്രോൺസിനെ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇതിന്റെ സിങ്ക് എഴുതുകയാണ്. സിങ്ക് അറ്റോമിക് നമ്പർ 30 ആണ്. സിങ്ക് അറ്റോമിക് നമ്പർ 30. സിങ്കിന്റെ അറ്റോമിക് നമ്പർ 30 ആണ്. നമുക്ക് അതുകൂടെ നോക്കാം. അറ്റോമിക് നമ്പർ 30, ഇലക്ട്രോണുകളുടെ എണ്ണം 30 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും നോക്കാം. അപ്പൊ ഞാൻ ഇതിലെ രണ്ടാമത്തെ രീതിയിൽ എഴുതണം, അതായത് 3s2 3p6 3d10 3D അത് എഴുതിയിട്ട് 4s എഴുതുന്നു. അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, 1s2 2s2 2p6 3s2 3p6 3D ഞാനിവിടെ എഴുതുന്നു, അത് ഫില്ല് ചെയ്യുന്നില്ല. 4s2 അപ്പൊ 20. 1s2 2 2s2 2p6 10ആയി, 3s2 12 3p6 18 3D ഫില്ല് ചെയ്യുന്നില്ല. അവിടെ ഈ എമ്മിന്റെ കൂടെ എഴുതി 4s ഫില്ല് ചെയ്ത് 2 20 ഇനി 10 ആകാൻ 30 ആവാൻ ഇവിടെ 10 ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഷെൽ എന്ന് എഴുതി നോക്കാം. 1s 2 ഇലക്ട്രോൺ, 2s എൽ ഷെല്ല് 2s 2p 8 ഇലക്ട്രോൺ, എം ഷെല്ല് ഞാൻ അടുപ്പിച്ച് എഴുതുന്നത് 3s 2 3p 6 3D 10 3s 2 3p 6 8 3D 10 ടോട്ടൽ 18. അടുത്ത 4s 2 ഇലക്ട്രോൺ. അപ്പൊ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സിങ്കിന്റെ എങ്ങനെയാണ്,
2,8,18,2. ഇതാണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചില ഭാഗങ്ങൾ മിസ് ചെയ്ത് തരാം. ഫോർ എക്സാമ്പിൾ, ഇത്രയുമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് വിചാരിക്കും. The subshell electronic configuration of an element is 3p1. Complete the shell electronic configuration, subshell electronic configuration. ഈ subshell electronic configuration full ആക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 3p1ലാണ് വന്ന് നിൽക്കണം. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? You have to start from, ഇത് തരികയാണെങ്കിൽ 1s ന് സ്റ്റാർട്ട് ചെയ്യണം. 1s2, 2s2, 2p6, 3s2, 3p1. ഇങ്ങനെ വേണം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് അങ്ങനെ തന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? ഇതിന്റെ അറ്റോമിക് നമ്പർ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാണ് അറ്റോമിക് നമ്പർ കിട്ടുന്നത്? 1s-ൽ 2, 2s-ൽ 2 ഇലക്ട്രോൺ, 2p-ൽ 3 ഇലക്ട്രോൺ. അപ്പൊ മൊത്തം എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 + 2 4, 4 + 3 7, ടോട്ടലി 7 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഈ 7 ഇലക്ട്രോൺസ് ആണ് ആ എലമെന്റിന്റെ അറ്റോമിക് നമ്പർ. സോ ദ അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെന്റ് ഈസ് 7. ഇനി ഇത് നിങ്ങൾക്ക് തന്ന ഇനി ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തരുകയാണ് 2,5. അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? ഒന്നില്ലെങ്കിൽ ഇത് 2k ഷെല്ലാണ് 1s, ഇത് L ഷെല്ലാണ് 2s-ഉം 2p-യും വരാം. 2s-ൽ 2, 2p-ൽ 3. അല്ലെങ്കിൽ ടോട്ടൽ ഇത് രണ്ടും കൂടെ കൂട്ടുക. 2 + 5 7. അറ്റോമിക് നമ്പർ എത്ര കിട്ടും? 7. എന്നിട്ട് നേരെ ഇത് എഴുതി പോകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ കുറച്ച് തന്നു കഴിഞ്ഞാൽ, ഇപ്പൊ 3p മാത്രമാണ് തരുന്നതെങ്കിൽ 3p1 തരികയാണെങ്കിൽ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യണം. അതിൽ നിന്ന് അതിന്റെ അറ്റോമിക് നമ്പർ കിട്ടാനായിട്ട് ആ ഇലക്ട്രോണുകളുടെ സമ്മെടുത്താൽ മതി. അതിൽ നിന്ന് നിങ്ങൾക്ക് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് 1s, 2s, 2p. 1s വരുന്നത് k ഷെല്ലാണ്, 2s, 2p വരുന്നത് അത് L ഷെല്ലാണ്, 3s, 3p, 3d എന്ന് പറയുന്നത് M ഷെല്ലാണ്, 4s എന്ന് പറയുന്നത് N ഷെല്ലാണ്. അങ്ങനെ ആ നമ്പർ നോക്കി നമുക്ക് ഷെല്ലുകൾ കണ്ടെത്താനായിട്ടും സാധിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടത് എലമെന്റ് വിത്ത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇനി നമ്മൾ അതേ കോൺസെപ്റ്റ് തന്നെ അതേ ടേബിളിലേക്ക് തന്നെ വരികയാണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് the same elements with the noble gas electronic configuration. അപ്പോൾ നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ ഒന്ന് ഷോർട്ട് ചെയ്യാം. How can we write the subshell electronic configuration of an element including the noble gas electronic configuration in short form? ഷോർട്ട് ഫോമിൽ നമുക്ക് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക? ഇപ്പൊ ഞാനിവിടെ 3 നോബിൾ ഗ്യാസുകൾ കാണിച്ചിട്ടുണ്ട്. അതായത് നോബിൾ ഗ്യാസ് മീൻസ് 18th ഗ്രൂപ്പ് എലമെന്റ്സിനെയാണ്. ഹീലിയം അത് 1s2 ആണ്, അറ്റോമിക് നമ്പർ 2 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് 1s2 ആണ്. നിയോൺ അറ്റോമിക് നമ്പർ 10 ആണ്. അപ്പോൾ 1s2, 2s2, 2p6, അപ്പോൾ 10 ആയി. ആർഗൺ അറ്റോമിക് നമ്പർ 18 ആണ്. 1s2, 2s2, 2p6, 3s2, 3p6. അപ്പോൾ 3 noble gases are given with their subshell electronic configuration. Which are they? Helium, then neon, then argon. Atomic number of helium is 2. So electronic configuration 1s2, neon atomic number 10, electronic configuration 1s2, 2s2, 2p6, argon atomic number 18. So electronic configuration 1s2, 2s2, 2p6, 3s2, 3p6. Now we are going to write the electronic configuration, subshell electronic configuration of the already we have written the elements, the same elements, including these noble gases, helium, neon, and argon. You can see how can we write this, including the noble gas, including the noble gas. See the first element, nitrogen, atomic number 7. Number of electrons, sorry. So I am writing that is 1s2, 2 electrons, 2s2, 2 electrons, 2p3. You see the subshell electronic configuration 1s2, 2s2, 2p3. Here 1s2 is including. 1s2 means helium. അപ്പോൾ ഇതിൽ 1s2 ഉണ്ട്. നേരെ മറിച്ച് നിയോണിന്റെ എത്രയാണ്? 1s2, 2s2, 2p6 ആണ്. പക്ഷെ ആക്ച്വലി ഇവിടെ 2p6 ഇല്ല. എത്രയേ ഉള്ളൂ? 2p3. അപ്പൊ നിയോണ് നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഏതിനെ ഇൻക്ലൂഡ് ചെയ്യാം? 1s2 നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. വാട്ട് ഈസ് 1s2? 1s2 is helium. 1s2 is helium. അപ്പോൾ 1s2ന്റെ സ്ഥാനത്ത് we can write
ഹീലിയം. അപ്പം ഞാൻ 1s2 നോബൽ ഗ്യാസ് ഉൾപ്പെടുത്തി എഴുതുകയാണ്. 1s2 സ്ഥാനത്ത് ഞാൻ എന്തെഴുതുന്നു? ഹീലിയം. സോ അപ്പോൾ 1s2 എന്ന് പറയുന്നത് എന്താണ്? ഹീലിയം. സോ ദ റിമൈനിങ് ഏതാണ്? 2s and 2p. So it can be written as 2s2 2p3. അപ്പൊ ഇങ്ങനെ തരികയാണെങ്കിൽ ഇപ്പൊ ഈ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹീലിയം 2s2 2p എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീലിയം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അറ്റോമിക് നമ്പർ 2 ആണ്, അത് 1s2 ആണ്. ഇതിന്റെ ഫുൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹീലിയം മാറ്റി എഴുതണം. ഫുൾ ഇലക്ട്രോണിക് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 1s2, ഹീലിയത്തിന്റെ സ്ഥാനത്ത് 1s2, then the remaining 2s2 2p6 2p3. So next we can write the fluorine, atomic number 9. So electronic configuration 1s2 2s2 2p5. So total 9 electrons. ഇവിടെ നമുക്ക് ഏത് മാത്രം ഉൾപ്പെടുന്ന 1s2 ഉണ്ട്, 2p6 ഇല്ല. 1s2 ന്റെ സ്ഥാനത്ത് we can include helium. So 1s2 ന്റെ സ്ഥാനത്ത് നമുക്ക് എന്താ എഴുതാം? That is helium. Then the remaining 2s2 2p5. ഇതായിരിക്കും ഇതിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഫ്ലൂറിൻ ഇൻക്ലൂഡിംഗ് ഓർ ഇൻവോൾവിംഗ് ദ നോബൽ ഗ്യാസ് ഹീലിയത്തെ ഉൾപ്പെടുത്തി. അപ്പൊ ഇത് തന്നാൽ തിരിച്ചിങ്ങോട്ട് എഴുതാൻ നിങ്ങൾ പഠിക്കണം. അടുത്ത് നമ്മൾ പറഞ്ഞ എഴുതാൻ സോഡിയം അറ്റോമിക് നമ്പർ 11 ആണ്. സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 11 ഇലക്ട്രോൺ നമുക്ക് ഈ സബ്ഷൽ ഫിൽ ചെയ്യണം. ഇപ്പൊ തരും 1s2, then 2s2, then 2p6 10ആയി, 2p കഴിഞ്ഞാൽ 3s1. ഇവിടെ നമ്മൾ നോക്കൂ, 1s2 2s2 2p6 1s2 2s2 2p6. അപ്പൊ എവിടെ വരെ വന്നു? ഇത്രയും ഇതിൽ പെട്ടിട്ടുണ്ട്. 1s2 2s2 2p6 അത് ഏതിന് തുല്യമാണ്? ദാറ്റ് ഈസ് എ നിയോൺ. അപ്പൊ നമുക്ക് നിയോണെ പൂർണ്ണമായിട്ട് നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഇൻക്ലൂഡ് ദ നിയോൺ. 1s2 2s2 2p6 can be replaced with the noble gas neon. അപ്പൊ നിയോണിന്റെ നമുക്ക് അതിന്റെ സ്ഥാനത്ത് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് നിയോൺ. ദ റിമൈനിങ് ഏതാണ്? 3s1. ഇതായിരിക്കും ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയം ഇൻക്ലൂഡിംഗ് ദ നോബൽ ഗ്യാസ് നിയോൺ is equal to 3s1. അപ്പൊ നിയോൺ 3s1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് എ ഷോർട്ട് ഫോം ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. റൈറ്റ് ദ ഫുൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നിയോണിന്റെ സ്ഥാനത്ത് എന്താ എഴുതാം? 1s2 2s2 2p6 and the last one 3s1. So we get the complete electronic configuration. Now next we can take it as aluminum, atomic number 13. What is the subshell electronic configuration? That is 1s2 2s2 2p6 10ആയി, 3s2 12ആയി, that is 3p1. എത്രയായി? ടോട്ടൽ 13. അപ്പൊ ഇവിടെ നമുക്ക് ഏതെടുക്കാം? that is 3p6. 2p6 വരെയുണ്ട്. അപ്പൊ 2p6 എന്ന് പറയുന്നത് എന്താണ്? നിയോൺ. സോ 1s2 2s2 2p6 can be replaced. അതിനെ നമുക്ക് മാറ്റി അതിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? You can write it as neon. Okay, I think you got the idea. So 1s2 2s2 2p6 can be replaced with the neon. So what is remaining? Parayu 3s2 then 3p1. Okay, good. Next I'm taking another element, that is argon. What will be the atomic number? Atomic number is argon 18. Atomic number is 18. Yes, good. What is electronic configuration? 18. We can write it as ആർഗൺ. നമുക്ക് എടുക്കേണ്ട ആർഗണ് പകരം മറ്റൊരു എലമെന്റ് എടുക്കുകയായിരിക്കും നല്ലത്. കാരണം ആർഗൺ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ആർഗൺ അങ്ങനെ തന്നെ വരും. അപ്പൊ ആ ഒരു ഇതിനെ പ്രസക്തി ഇല്ലാതെ വരും. ഞാൻ അതിനെ സ്കാൻഡി എടുക്കണം. സ്കാൻഡി അല്ല, പൊട്ടാസ്യം. അറ്റോമിക് നമ്പർ 19. Atomic number 19 ആണ്. What is the subshell electronic configuration? Yes, 1s2 2s2 2p6 3s2 3p6. ഇനി ഏതെഴുതണം? 3d ആണോ എഴുതേണ്ടത്? അല്ല. Why? Because 4s has less energy compared to 3d. ഇപ്പൊ 3p കഴിഞ്ഞാൽ പിന്നെ എഴുതേണ്ടത് ഏതാണ്? 4s. ഇവിടെ വരെ 18 ഇലക്ട്രോൺ ഉണ്ട്. 19ാമത്തെ ഇലക്ട്രോൺ, the 19th electron goes to 4s. 3d പോകാൻ പാടില്ല. Because 3d has more energy, higher energy compared to 4s. അപ്പൊ ഇവിടെ വരെയുള്ളത് നോക്കൂ. 1s2 2s2 2p6 3s2 3p6. That is argon. ഇത് ആർഗന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. സോ വി ക്യാൻ റീപ്ലേസ് 1s2 2s2 2p6. ഇതിന് നമുക്ക് അതിന് പകരം നമുക്ക് എന്ത് എഴുതാം? AR എന്ന് എഴുതാം. AR that is for S1.
അപ്പോൾ AR4S എന്നുണ്ടെങ്കിൽ ദിസ് എ ഷോർട്ട് ഫോം ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓർ ഇൻക്ലൂഡിംഗ് ദ നോബൽ ഗ്യാസ് AR. ഇതിന്റെ ഫുൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും? 1s2 2s2 2p6 3s2 3p6. അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? AR. Okay, then now the scandium atomic number is 21. Atomic number 21. What will be the subshell electronic configuration? You say, okay, 1s2 2s2 2p6 3s2 3p6 4s2 1s2 2s2 2p6 3s2 3p6 4s2, that is 20. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 4s2 കഴിഞ്ഞിട്ട് ഏത് ഫില്ല് ചെയ്യണം? 3d10. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാലും ശരിയാണ് കേട്ടോ. ഇങ്ങനെ എഴുതിയാലും തെറ്റൊന്നുമില്ല. 1s2 2s2 2p6 3s2 3p6 4s2 3d10 ഇങ്ങനെയും എഴുതിയാലും ശരിയാണ്. രണ്ടും ശരിയാണ്. പക്ഷെ 3s2 3p6 3d എഴുതി കഴിഞ്ഞാൽ എം ഷെല്ലിന്റെ കൂടെ 3 സബ് ഷെല്ലുകളും ഒരുമിച്ച് നിൽക്കും. S, P, D are 3 subshells including the M shell, so it will be remaining in the same shell. Okay, അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഇതിൽ വരുന്ന ഏതാണ്? That is 1s2 2s2 2p6 3s2 3p6 എന്ന് പറയുന്നത് ഏതാണ്? There is an argon. അപ്പോൾ നമുക്ക് ഇതിന്റെ സ്ഥാനത്ത് എന്താ എഴുതാം? That is AR. AR. ബാക്കി എന്ത് വരുന്നുണ്ട്? 3d10 3d10 4s2. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഇങ്ങനെ സൂചിപ്പിക്കാവുന്നതാണ്. AR 4s2 3d10 ഇങ്ങനെയും എഴുതിയാൽ ശരിയാണ്. ഏത് തീരുമാനിക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ നോബൽ ഗ്യാസ് എലമെന്റ്സ് ഉൾപ്പെടുത്തി അല്ലെങ്കിൽ നോബൽ ഗ്യാസ് ഉൾപ്പെടുത്തി നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന ഈ രീതിയിലാണ്. അപ്പൊ ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. ഈ 3 എലമെന്റ്സ് നോബൽ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റുഡൻസ് ഷുഡ് ബി ബൈ ഹാർട്ട്. വിച്ച് ആർ ദേ? ഹീലിയം atomic number 2 electronic configuration 1s2. അത് എഴുതുന്നത് എങ്ങനെയാണ്? helium is written in the square brackets. അതുപോലെ neon in the square brackets. atomic number എത്രയായിരിക്കും? atomic number is equal to 10 ആയിരിക്കും. അതുപോലെ argon atomic number 18. that is 1s2 2s2 2p6 3s2 3p6 ഇത്. അപ്പോൾ helium 2 then neon 10 then argon 18. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇനി this is a short form of electronic configuration. Short form of electronic configuration. ഈ short form of electronic configuration തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you may ask, write the complete form of electronic configuration. So then neon 3s2 3p1 means neon has the electronic configuration 1s2 2s2 2p6. So neon can be replaced with 1s2 2s2 2p6 then the remaining 3s2 3p1. This is the complete electronic configuration. Okay, thank you. I gave you my heart.